അപ്പം നമ്മളിന്ന് പോകുന്നത് കാസർഗോഡുള്ള നമ്മുടെ വൈഫിൻ്റെ തറവാട്ടിലോട്ടാണ്. അവിടെ ഒരു റമദാൻ നോമ്പിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സംഭവം ഞാൻ ബുക്ക് ചെയ്ത് വന്ദേ ഭാരത് ആയിരുന്നെങ്കിൽ നമുക്ക് വരാൻ പറ്റിയത് ഇപ്പോൾ ഇൻ്റർസിറ്റിയിലാണ്. കാരണം നമ്മളെ കസിന് ബുക്ക് ചെയ്തത് മാറിപ്പോയി. ആളുടെ ടൈം കൊടുത്തത് രാത്രിയായിപ്പോയി. അതുകൊണ്ട് നമുക്ക് രാവിലെ വരേണ്ട വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാറിപ്പോയി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇത് തന്നെ വരേണ്ടി വന്നു. അങ്ങനെ ഇൻ്റർസിറ്റിയാണ് നമ്മൾ എടുത്തത്. ഇൻ്റർസിറ്റിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സീറ്റൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കില്ലായിരുന്നു. പക്ഷെ നല്ല ചൂടും അതുപോലെ കാറ്റും ഇതൊക്കെ അടിച്ച് അവിടെ എത്തുമ്പോഴേക്കൊരുമാതിരി ഇതാവും. പിന്നെ ഈ കുട്ടികളുണ്ടായത് കൊണ്ട് നമുക്ക് കുറേ സമയം പോയി. കുട്ടികൾ നമ്മുടെ എന്താ പറയുക, ചെറുപ്പകാലത്തുള്ള പല ഓർമ്മകളും നമുക്ക് അതിൽ കാണാൻ പറ്റി. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കുട്ടികളെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റിയത്. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, എന്താ പേര് എടുക്കുന്നതെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ട്രെയിനിലിരുന്ന് മുഷിഞ്ഞ്, ട്രെയിനിൽ വന്ദേ ഭാരത് പോയാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി. കാറെടുത്ത് വരാനാണ് വിചാരിച്ചത്. പിന്നെ എന്തുകൊണ്ടോ നമുക്ക് ക്ഷീണം വരും എന്ന് വിചാരിച്ച് ഡ്രൈവ് ചെയ്ത് വെറുതെ മുഷിയണ്ടല്ലോ എന്ന് വിചാരിച്ച് ട്രെയിനിന് ബുക്ക് ചെയ്ത്. അങ്ങനെ ട്രെയിനാണെങ്കിൽ ഇത് പെട്ടുപോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഗെയിമൊക്കെ കളിച്ചങ്ങനെ സമയം കളഞ്ഞു. എനിക്കാണെങ്കിൽ ജയിക്കാനും പറ്റുന്നില്ല. വൈഫാണെങ്കിൽ നല്ലപോലെ ഗെയിമിൽ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം സമയം കളഞ്ഞു. പിന്നെ എനിക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് പോകുമ്പോൾ നമുക്ക് ജമ്മും കസറും ആക്കാൻ പറ്റും. അങ്ങനെ അത് ബുദ്ധിമുട്ടില്ലായിരുന്നു ട്രെയിനിലായപ്പോഴും. പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നു, എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിട്ടും സമയമൊക്കെ കളഞ്ഞ് നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയോ വിഭവങ്ങൾ എന്നുള്ളത് കാണാം. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നേരമായിട്ട് ഇതിൽ 5 മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ മുമ്പൊക്കെ ഇരുന്നാണ്, ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരു മുഷിപ്പാണ്. അങ്ങനെ നമ്മളെ കൂട്ടാൻ വരുന്നത് പൂക്കാക്ക, അതായത് നമ്മുടെ അമ്മാവനാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആളവിടെ പുറത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ലിഫ്റ്റൊക്കെ തിരക്കായതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, സ്റ്റെയർ തന്നെ കയറി. അങ്ങനെ സ്റ്റെയറിലൂടെയാണ് നടന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നോമ്പായതുകൊണ്ട് തോന്നുന്നു നല്ല തിരക്ക് കുറവുണ്ട്. സ്റ്റേഷനിലൊക്കെ തിരക്ക് വളരെ കുറവാണ്, ഉച്ച സമയം കൂടിയല്ലേ. അങ്ങനെ നമ്മൾ കാറിൽ കയറി അരിക്കാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ട്. 10-20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റും. മറ്റേത് 1 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാസർഗോഡ് എന്തായാലും പെട്ടെന്ന് റോഡ് ഹൈവേ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് സമ്മതിച്ച് പറ്റും. ഇത്ര പെട്ടെന്ന് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. പക്ഷെ അവർ ടോൾ വെച്ച് അത് പിന്നെ ഒഴിവാക്കി. എന്തായാലും അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. എല്ലാം സെറ്റായി, ഒക്കെ വിളമ്പി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ. പിന്നെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ. ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി തറാവീഹ് നിസ്കരിക്കാൻ നമ്മൾ പോയത് ബന്ദർ ജുമാ മസ്ജിദ് മാംഗ്ലൂരാണ്. അതായത് ഇത് പറയുന്നത് 3ാമത്തെ ഓൾഡസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. അത്രയും പഴക്കമുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ മാംഗ്ലൂർ സൈഡുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ പള്ളിയിൽ പോയിരിക്കണം. അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു.